എന്താണ് അക്ഷയ സൂപ്പർ സ്ലറി? വെച്ചൂർ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, കടലപ്പിണ്ണാക്ക്, ശർക്കര, വേപ്പിൻ പിണ്ണാക്ക്, EM സൊല്യൂഷൻ എന്നിവ ചേർത്തുകൊണ്ട് തയ്യാറാക്കുന്ന തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അക്ഷയ സൂപ്പർ സ്ലറി. പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ ഈ സ്ലറി നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലം മുതലേ ഉണ്ടാക്കിയും ഉപയോഗിച്ചും വന്നിരുന്നു. എന്നാൽ സാധാരണ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിനകത്ത് EM സൊല്യൂഷൻ ചേർക്കുന്നു എന്നുള്ളതാണ്. ഈ EM സൊല്യൂഷൻ ചേർക്കുന്നതോടുകൂടി ഈ സ്ലറിയിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകൾ, അതിൽ നല്ല ബാക്ടീരിയകളും അതുപോലെ തന്നെ മോശം ബാക്ടീരിയകളും ഉണ്ടാവാറുണ്ട്. EM ലായനി ചേർക്കുന്നതോടുകൂടി അതിലെ മോശം ബാക്ടീരിയകളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും നല്ല ബാക്ടീരിയകളെ മാത്രം നിലനിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സ്ലറി നമുക്ക് ഇതേപോലെ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ നമുക്ക് വർഷങ്ങളോളം ഈ സാധനം സൂക്ഷിക്കാനും ഇത് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇതിനുള്ള ഒരു സ്മെല്ല്, ഒരു ബാഡ് സ്മെല്ല്, അത് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം? 1 ലിറ്റർ അക്ഷയ സൂപ്പർ സ്ലറി 10 ലിറ്റർ പച്ചവെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് വൈകുന്നേര സമയങ്ങളിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ ചെറിയ ചെടികളോ പൂച്ചെടികളോ ഒക്കെയാണ് എങ്കിൽ അത് 15 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് വേണം ഒഴിക്കാൻ. കാരണം പൂച്ചെടികളെ സംബന്ധിച്ചിടത്തോളം അതിന് കായ്ഫലങ്ങളല്ല വേണ്ടത്, പൂക്കളാണ് വേണ്ടത്. അപ്പോൾ 15 ലിറ്റർ വെള്ളം ചേർക്കുന്നതോടുകൂടി അതിൻ്റെ ആ ഒരു മാറ്റം അതിൽ സംഭവിക്കും. ചെറിയ തൈകളെ സംബന്ധിച്ചിടത്തോളം അത് വളർന്നു വരുന്ന ചെടികളായതുകൊണ്ട് അത്തരം ചെടികൾക്കും 15 ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് കരുതട്ടെ. പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.